ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാനാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതേ പുട്ടിനുള്ള മാവൊന്ന് നനച്ച് വയ്ക്കുകയാണ്. ബ്രാഹ്മിൺസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി മാവിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ചെല്ലാം കൂടി ഒന്ന് ഞെരടി തന്നെ മിക്സ് ചെയ്ത് വെക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും പുട്ടുപൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്തേക്ക് ആ മാവിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു. പച്ചവെള്ളം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമല്ല. ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ പിടിച്ച് കറക്റ്റ് പുട്ടിൻ്റെ മാവിൻ പോലെ തന്നെ നനഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു പഴങ്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഒരു അച്ച് ശർക്കരയുടെ ഏകദേശം പകുതിയോളം വരും കേട്ടോ. അതിനകത്തേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാനായിട്ട് വെക്കുകയാണ്. നല്ല കറുത്ത ശർക്കരയായിരുന്നേ. അപ്പോൾ കറിക്കും നല്ല അതുപോലെ കളർ കിട്ടും. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മുട്ട വേണം. അപ്പോൾ ഒരു 4-5 മുട്ടയും കൂടി പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ശർക്കര ഉരുകി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് ഈ ഒരു രീതിയിലായിരിക്കണം. ഒരുപാട് അങ്ങ് കുറുകി പോകണ്ട. അപ്പോൾ ഏത്തപ്പഴം വെച്ചുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 2 വലിയ അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കുക. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. ഒരു 4-5 പേർക്കുള്ള കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തത്. അതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചു. അതിനകത്തേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഇട്ടിട്ട് ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് നല്ല പോലെ ഈ പഴം നെയ്യിലൊന്ന് വഴറ്റണം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ പഴത്തിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മഞ്ഞ കളർ വരും. സാധാരണ ഏത്തപ്പഴത്തിൻ്റെ കളറല്ലാതെ കുറച്ചും കൂടി നല്ലൊരു മഞ്ഞ കളർ വരും. ആ സമയത്ത് ഒരു 1.25 കപ്പോളം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ച് പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. പുട്ടിൻ്റെ മാവ് നമ്മളൊരു 15 മിനിറ്റ് മുന്നേ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അത് കൈവച്ചിങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഓരോ മാവിനും ഇപ്പം ഞാൻ ബ്രാഹ്മിൺസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തത്. വെള്ളത്തിന് വേണ്ട അളവിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് നോക്കി, ചിലപ്പോൾ ആ പാക്കറ്റിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഞാനിന്ന് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് മാവും ഇട്ടിട്ട് ആവിയിൽ വേവാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്കും പഴം നല്ല പോലെ വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് ആദ്യം കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഫുൾ ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഒരു പകുതിയോളം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇപ്പോൾ പഴത്തിന് എത്ര മധുരം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ കറിക്ക് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് മാത്രം ശർക്കര ചേർത്താൽ മതി. ഞാൻ ആ ഉരുക്കി വെച്ച ശർക്കര ഫുള്ളായിട്ട് തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല കറുത്ത ശർക്കര ആയിരുന്നുകൊണ്ടാണ് ഇത്രയും കളറ് തോന്നുന്നത്. പക്ഷേ ഓവർ മധുരം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്ത പഴത്തിനും അധികം മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കറക്റ്റ് പാകത്തിനായിരുന്നു. അപ്പോൾ ഈ ശർക്കര ചേർത്തിട്ട് പിന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു 3/4 കപ്പോളം നല്ല കുറുകിയ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ആ തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സായാൽ മാത്രം മതി. ഒത്തിരി പിന്നെ തിളയ്ക്കാൻ പാടില്ല. നല്ല പോലെ ഒന്ന് മിക്സായി വരുമ്പം നമ്മുടെ ഏത്തപ്പഴം കറി റെഡി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ഏലക്ക ചതച്ചത് 1-2 എണ്ണം ചേർക്കാം, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. എനിക്ക് പക്ഷേ പുട്ടിൻ്റെ കൂടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് അടച്ച് മാറ്റി വയ്ക്കാം. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചത് തോടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കാം. 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 5 എണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടവും കൂടി ഒന്ന് വറുത്തെടുത്തു. പപ്പടമൊക്കെ ഈ ഒരു കോമ്പിനേഷനിലെ മെയിൻ ഒരു ഐറ്റമാണ് കേട്ടോ, ഒഴിവാക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ട്, ശർക്കര പഴങ്കറി, മുട്ട പുഴുങ്ങിയതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പപ്പടം, നല്ല സോഫ്റ്റ് പുട്ടിലോട്ട് ആ പഴങ്കറി ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ പപ്പടവും കൂടി മിക്സ് ചെയ്ത് വേണം കഴിക്കാം കേട്ടോ. അപ്പോൾ ആ പഴങ്കറിയുടെ ഒരു മധുരവും പപ്പടത്തിൻ്റെ ഉപ്പ് രസവും എല്ലാം കൂടി അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ട്രൈ ആണ്. ഇടയ്ക്ക് ആ കുരുമുളക് ഇട്ട മുട്ടയും കൂടി ഒന്ന് കടിച്ച് കഴിക്കണം. ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.